ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം 19-20 വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം 19-20 വാക്യങ്ങൾ. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ചിന്താവിഷയത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ലഭിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. കർത്താവിൻ്റെ അത്താഴം അഥവാ ഹോളി കമ്മ്യൂണിയൻ, അതിനെക്കുറിച്ച് ദൈവവചനപ്രകാരം ചില ചിന്തകൾ ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. എന്താണ് കർത്താവിടെ പറയുന്നത്? എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഇപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് ആരാണ്? എന്താണ് നാം ഓർക്കേണ്ടത്? വാസ്തവമായി നാം തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവചനപ്രകാരം നാം ഓർക്കേണ്ടതെല്ലാം ഓർത്ത് ആ സ്തുതി സ്തോത്രങ്ങളോടുകൂടെ ആണോ നാം അതിൽ പങ്കെടുക്കുന്നതെന്നെല്ലാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇന്നത്തെ ചിന്തകൾ സഹായമായി തീരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും. യേശു കർത്താവ് ചെയ്തത് എന്താണ്? ആദ്യമായി പറയുകയാണ്, ഇത് എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എൻ്റെ ശരീരം. നമുക്കറിയാം, യേശു കർത്താവ് വചനം മാംസമായി ഭൂമിയിലേക്ക് വന്നവനാണ്. വേദോസ്ത ഭാഷയിൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 3.5 വർഷക്കാലം യേശു കർത്താവ് വചനം നൽകി. തന്നിൽ വിശ്വസിച്ചവരോ യഹൂദന്മാരോട് പോലും യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. സത്യം അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നമുക്കറിയാം, യേശുവിൻ്റെ കാലത്ത് പ്രധാനമായും 2 ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് മോശയുടെ ശിഷ്യന്മാർ, യഹൂദ മത നേതാക്കന്മാരും യഹൂദ മതക്കാരും. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ധാരണ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരെന്നാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ ഒരു റെഫറൻസ് നമുക്ക് കാണുവാനായി കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 9 അധ്യായത്തിൽ യേശു കർത്താവ് കുരുടന് കാഴ്ച കൊടുക്കുകയും ആ കുരുടനെ മത നേതാക്കന്മാർ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ കുരുടനോട്, കാഴ്ച ലഭിച്ച ആ അന്ധനോട് അന്നത്തെ മത നേതാക്കന്മാർ പറയുന്നതാണ് യോഹന്നാൻ 9:28 വാക്യം. അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് വന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അപ്പോൾ മോശയോട് ദൈവം സംസാരിച്ചു, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് ആലയമുണ്ട്, ഞങ്ങൾക്ക് മഹാപുരോഹിതന്മാരുണ്ട്, പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം ഉണ്ട്. ആ ഒരു നിലയിലാണ് മോശയുടെ ശിഷ്യന്മാർ. മറ്റൊന്നാണ് യോഹന്നാന്റെ ശിഷ്യന്മാർ, സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ. അപ്പോൾ ഇവിടെ കർത്താവ് തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുകയാണ്, എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. സത്യമറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും.
അപ്പോൾ ശരീരം, ഇതെൻ്റെ ശരീരമെന്ന് പറഞ്ഞ് കർത്താവ് വാഴ്ത്തിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചില ചിന്തകൾ ഉണരേണ്ട ആവശ്യമുണ്ട്. കാരണം ഒരു ആത്മീയ മനുഷ്യന്റെ ആഹാരം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ ഭൗതിക മനുഷ്യന്റെ കൊടുക്കുന്ന ആഹാരങ്ങൾ കൊണ്ടൊന്നും അകത്തെ മനുഷ്യൻ ആരോഗ്യമുള്ളവനായിരിക്കത്തില്ല. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമെന്ന അപ്പം. പത്രോസിന്റെ ഭാഷയിൽ പറയുമ്പോൾ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നമുക്കറിയാം, യേശു കർത്താവിൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ 40 നാൾ ഉപവസിച്ചതായി. ഉപവാസം കഴിഞ്ഞ ശേഷം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന് വിശന്നപ്പോൾ സാത്താൻ ആണ് അടുത്ത് വരുന്നത്. സാത്താൻ അടുത്ത് വന്ന് പ്രലോഭിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ആരെഴുതിയത്? എപ്പോൾ എഴുതിയത്? നമുക്കറിയാം, മോശയാണ് അത് എഴുതിയത്. പരിശുദ്ധാത്മാവിലാണ് അത് എഴുതിയത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യം നാം വായിക്കുമ്പോൾ, ആവർത്തനം 8:3 വായിക്കാം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. മതി. അപ്പോൾ മോശ അന്ന് എഴുതിയത് യേശു ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പിശാചിനെ ജയിക്കുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവപൈതലായി ജീവിക്കുന്നത് ദൈവവചനമാകുന്ന അപ്പത്തിലൂടെയാണ്. ഇത് യേശു വളരെ വ്യക്തമായി തൻ്റെ ശുശ്രൂഷ മധ്യേ പറഞ്ഞത് നമ്മൾ അറിയണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അത് മുഴുവൻ വായിക്കേണ്ടതാണെങ്കിലും പ്രസക്തമായ ചില തിരുവചന ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം നമുക്കറിയാം. തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അവിടെ പോയപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അടുത്ത ദിവസം അവിടെ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് യേശു പരസ്യപ്പെടുത്തിയില്ല. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ തന്നെ ആളുകളെല്ലാം അവിടെ വന്നു. നോക്കിയപ്പോൾ യേശുവിനെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയൊന്നും കാണാനില്ല. അങ്ങനെ അവർ മനസ്സിലാക്കി യേശു കഫർനഹൂമിലേക്കായിരിക്കാം പോകാൻ സാധ്യതയെന്ന്. അങ്ങനെ അവർ കഫർനഹൂമിൽ ചെന്നപ്പോൾ യേശുവിനെ അവർ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. യോഹന്നാൻ 6:25 മുതൽ ഇങ്ങനെ നാം വായിക്കുന്നു. കടക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ, റബി, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. അതിന് യേശു, ഇപ്പോൾ ആണ് ഞാൻ വന്നതെന്നല്ല യേശു പറയുന്നത്. ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നശിച്ചു പോകുന്ന ആഹാരം, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം, 2 ആഹാരമുണ്ട്. ഇന്ന് നാം പലപ്പോഴും ഒന്നാമത്തെ ആഹാരത്തിനാണ് അമിത പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ശരീരത്തെ ആരോഗ്യമുള്ളതായി സംരക്ഷിക്കുക, അതിനുവേണ്ടി ഉള്ള ആഹാരം, അതിനുവേണ്ടി പൈസ ഉണ്ടാക്കുന്നു. ഫുഡ് കഴിക്കുമ്പോൾ എന്തൊരു സന്തോഷം! വീട്ടിൽ ഉണ്ടാക്കുന്നത് കഴിക്കുന്നതിനേക്കാളും സന്തോഷം വെളിയിൽ ചെന്ന് അത് ഉള്ളത് കഴിക്കുമ്പോഴാണ് അതിനേക്കാളും സന്തോഷം.
എന്നാൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെയാണ് വാസ്തവത്തിൽ ഒരു ദൈവ പൈതൽ സന്തോഷിക്കുന്നത്. കാരണം അവിടുത്തെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നത്, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ശക്തീകരിക്കുന്നത്, ലോകത്തിലെ കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും എല്ലാം അതിജീവിക്കുവാനായി ശക്തീകരിക്കുന്നത് അത് ദൈവത്തിൻ്റെ വചനമാകുന്ന നിത്യജീവന്റെ അപ്പമാണ്. തുടർന്നും യേശു കർത്താവ് അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 47 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്നു. 47 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. വീണ്ടും 51 വാക്യത്തിൽ പറയും, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിച്ചിരിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇത് തിരുവത്താഴത്തിലെ അപ്പം വാങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇത് ഇവിടെ നാം ഓർക്കേണ്ടത് താൻ നൽകിയ ജീവാപ്പം വചനം അതിനെക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിക്കണം. ചിലർ വിചാരിക്കും തിരുവത്താഴം എടുത്തു കഴിഞ്ഞാൽ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്, അപ്പോൾ തിരുവത്താഴം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്നാണ്. ആ ഒരു ചടങ്ങല്ല ഇവിടെ പ്രത്യേകിച്ച് വിവക്ഷിക്കുന്നത്. വാസ്തവമായി ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിൽ അത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന ഒരു ആത്മീയ അനുഭവം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 52 വരെ വായിക്കുമ്പോൾ, ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. ഉള്ളിലുള്ള ജീവൻ, ശരീരത്തിന്റെ ജീവനുണ്ട്, ഉള്ളിലുള്ള ഒരു ജീവനുണ്ട്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാൻ വന്നു. ശരീരത്തിൽ ജീവനുള്ളവരോടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാൻ വന്നു. അപ്പോൾ ഉള്ളിലൊരു ജീവനുണ്ട്, ആത്മാവിലുള്ള ഒരു ജീവൻ. എന്നിട്ട് വീണ്ടും കർത്താവ് പറയാണ്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. നമ്മൾ തുറന്നു വായിക്കുമ്പോൾ ഇത് യേശു കർത്താവ് പറഞ്ഞു കഴിയുമ്പോൾ യേശുവിനെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാർ പലരും യേശുവിനെ വിട്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. 60-ാമത്തെ വാക്യം. അനന്തരം ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്ത് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. നോക്കുക, മാംസം എന്ന് പറയുമ്പോൾ വെറും ഇറച്ചിയല്ല, അതല്ല, കർത്താവിൻ്റെ ഭൗതിക ശരീരമല്ല കർത്താവോട് ഉപയോഗിച്ചത്. ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും. നമ്മൾ 66 വരുമ്പോൾ, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവരോടുകൂടെ സഞ്ചരിച്ചില്ല. യേശു കൂടെയുള്ള ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ? അപ്പോഴാണ് അവർ പറഞ്ഞത്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലേ ഉള്ളൂ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? അനുഗ്രഹവും വിടുതലും ഉയർച്ചയും എല്ലാം മറ്റു സ്ഥലങ്ങളിലെല്ലാം കിട്ടും, പക്ഷെ നിത്യജീവന്റെ മൊഴികൾ, നിത്യജീവന്റെ ആഹാരം അങ്ങയുടെ പക്കൽ മാത്രമേ ഉള്ളൂ. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്?
ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് തിരു ശരീരവും രക്തവും സ്വീകരിക്കുവാനായി നാം ഒരുങ്ങുമ്പോൾ സ്തോത്രത്തോടെ വേണം ഇത് സ്വീകരിക്കുവാൻ. കർത്താവേ, അങ്ങയുടെ വചനത്താൽ എന്നെ ദൈവവൈതലായി വീണ്ടും ജനിപ്പിച്ചതിനായി സ്തോത്രം. 1 പത്രോസ് 1:23 അതാണ് നമ്മൾ വായിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിക്കാതെ സ്വർഗ്ഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ദൈവവചനത്താൽ എന്നെ വീണ്ടും ജനിപ്പിച്ചു. ആ ആത്മീക അനുഭവത്തിൽ എന്നെ ആരോഗ്യമുള്ളതായി എന്നെ നിലനിർത്തുവാനായി അവിടുത്തെ സാക്ഷാൽ ജീവന്റെ അപ്പം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ആത്മാവും ജീവനുമായ അവിടുത്തെ വചനത്തിനായി സ്തോത്രം. അതുപോലെ തന്നെ മറുഭാഗം കൂടെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. 1 കൊരിന്ത്യർ 11 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 1 കൊരിന്ത്യർ 11:16-17 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ 1 കൊരിന്ത്യർ 11:16-17 ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ 23 കർത്താവിന്റെ തന്നെ പ്രാപിക്കുകയും നിങ്ങൾ ആദ്യത്തെ വാക്യം തന്നെ വായിച്ചാൽ മതി. ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല. ദൈവ സഭകൾക്ക് 1 കൊരിന്ത്യർ 10 അധ്യായം 16-17 വാക്യങ്ങൾ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. അപ്പോൾ കർത്താവിന്റെ അത്താഴത്തിൽ നാം ബ്രെഡ് സ്വീകരിക്കുമ്പോൾ, അപ്പം സ്വീകരിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ ശരീരമായ സഭയുടെ ഒരു അവയവമാക്കി എന്നെ മാറ്റിയതിനായി സ്തോത്രം. സഭയെന്ന് പറയുന്നത് ഒന്നാണ്, ഒരു സഭയേ ഉള്ളൂ. കർത്താവ് വരുന്നത് സഭകളെ ചേർക്കാനല്ല, സഭയെ ചേർക്കാനാണ്. കർത്താവിൻ്റെ സഭയിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ രക്തം ഒരു ഗ്രൂപ്പേ ഉള്ളൂ. കയ്യിലൊരു ഗ്രൂപ്പ്, കാലിലൊരു ഗ്രൂപ്പ്, അങ്ങനെ ഒരിക്കലും വരില്ല. എവിടെന്നെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരത്തിലെ ബ്ലഡിന്റെ ഗ്രൂപ്പ് അറിയാം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ ഒരു ഗ്രൂപ്പേ ഉള്ളൂ. ആ ശരീരത്തിലേക്ക് എന്നെ ചേർത്തു, അവിടുത്തെ ഒരു അവയവമാക്കി മാറ്റി. ആ അവയവത്തിൽ ഏത് ഫംഗ്ഷനാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള വെളിപ്പാട് എനിക്ക് നൽകി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ശരീരമായ സഭയിൽ പ്രധാനമായും 5 ശുശ്രൂഷകളാണുള്ളത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, അപ്പോസ്തലന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഈ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ഏതോ ഒരു ശുശ്രൂഷയ്ക്കായി ദൈവം എന്നെ അവിടുത്തെ ശരീരത്തിലൂടെ എന്നെ ചേർത്തു. എനിക്ക് അത് നിർജീവാവസ്ഥയിലിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിൻ്റെ ശരീരമായ സഭയിലെ ഒരു അവയവമാണ്. അതാണ് പൗലോസ് വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. നാം തമ്മിൽ അവയവമല്ലോ, ശരീരം മുഴുവനും ഒരു അവയവമല്ല. അപ്പോൾ ഞാനിത് സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ ഒരു അവയവമാക്കി എന്നെ മാറ്റിയതിനായി സ്തോത്രം. അവിടുത്തെ ജീവൻ എന്നിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അവിടെ നിന്ന് എനിക്ക് നൽകിയ വചനത്തിൻ്റെ വെളിപ്പാടിനായി സ്തോത്രം. ഇതെല്ലാം ഓർത്ത് സ്തോത്രം പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന സ്തോത്രാർപ്പണം, നന്ദി അർപ്പണത്തോടെ, സ്തോത്രത്തോടെ മാത്രമേ അത് സ്വീകരിക്കുവാനായി കഴിയത്തുള്ളൂ. അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ വരികയാണ്. അതെ, യേശു കർത്താവ് പറയുകയാണ്, ഇത് പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നന്നായും വ്യക്തമായും മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഇത് പുതിയ നിയമത്തിൻ്റെ
രക്തം. എന്താണ്, എപ്രകാരമാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. എബ്രായർക്ക് ലേഖനം, ഈ ഭാഗങ്ങളൊക്കെ വായിക്കേണ്ടി വരുന്നത്, നമ്മൾ പൊതുവേ ഈ സങ്കീർത്തനങ്ങൾ മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നതും പ്രസംഗിക്കുന്നതും. പലപ്പോഴും ഈ സങ്കീർത്തനം മാത്രമാണ്, എളുപ്പമാണ്. ഒരു ചെറിയൊരു തോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സങ്കീർത്തനം നിൽക്കാം. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പ്ലാറ്റ്ഫോമിലും പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനത്തിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ല. ഒരു തരത്തിൽ ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം സങ്കീർത്തനത്തിലുണ്ട്. കാരണം പ്രാർത്ഥനകളാണ്, നെടുവീർപ്പുകളാണ്, സ്തോത്രങ്ങളാണ് സങ്കീർത്തനങ്ങൾ മുഴുവനുമുള്ളത്. അവിടെ ഇല്ലാത്തത് തരാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്കറിയാം, 49-ാം സങ്കീർത്തനം 7ഉം 8ഉം വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ എബ്രായറിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നു. 49-ാം സങ്കീർത്തനം 7ഉം 8ഉം. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ, അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനോ, ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയില്ല. കാരണം എല്ലാവരും ഭാവികളാണ്. എന്നാൽ അടുത്ത് പറയാം, അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്, ജീവന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ്. അത് ഒരു നാൾ സാധിക്കത്തില്ല. ചെങ്കടൽ രണ്ടാവും, മരിച്ചാൽ തിരിച്ച് ജീവനെ കിട്ടും, കടഭാരം മാറും, മക്കളില്ലെങ്കിൽ മക്കളെ കിട്ടും, എല്ലാം ലഭിക്കും. പക്ഷേ വീണ്ടെടുപ്പ് വില ദൈവത്തിന് കൊടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അവിടെയാണ് കർത്താവ് മറുവിലയായി തീർന്നത്. അതുകൊണ്ടാണ് കർത്താവ് 2 ചോദ്യം ചോദിച്ചത്. മത്തായി 16:26 നമുക്ക് അറിയാം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? തൻ്റെ ജീവനെ വീണ്ടെടുക്കുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? കാൽവരി ക്രൂസിൽ യേശു കർത്താവ് മാനവരാശിയുടെ പാപത്തിന്റെ വീണ്ടെടുപ്പ് വില പിതാവായ ദൈവത്തിന് നൽകി. അപ്പോൾ അവിടെയാണ് പുതിയ നിയമത്തിൻ എന്ന ആ പ്രയോഗത്തിൻ്റെ പ്രസക്തി. പഴയ നിയമം, പുതിയ നിയമം. നമ്മൾ വിചാരിക്കും ഇന്നത്തെ പഴയ നിയമഭാഗം, ഇന്നത്തെ സുവിശേഷ ഭാഗം, ഇന്നത്തെ ലേഖന ഭാഗം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവുകയാണ്. പക്ഷെ പലപ്പോഴും അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നോക്കാം, എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നാം കാണുന്നു. എബ്രായർ 9:18 മുതൽ. ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണപ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോട് പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തമെന്ന് പറഞ്ഞു. ഇതാണ് ആദ്യ നിയമം. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതാണ് ന്യായപ്രമാണം. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്കത്ര പ്രവേശിച്ചത്. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ, ഏതാണ് അന്യരക്തം? ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തം. ആ രക്തത്തോടുകൂടെ കൂടെ യാഗമർപ്പിപ്പാൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ യേശുവിന് അപ്രകാരം കൂടെ അർപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ
സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. സ്വന്തം യാഗത്താൽ, തന്റെ സ്വന്തം ശരീര യാഗത്താൽ താൻ എല്ലാവർക്കും പാപപരിഹാരം വരുത്തിയിരിക്കുന്നു. എബ്രായർക്ക് ലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് അവിടെ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നത്. 3-ാമത്തെ വാക്യത്തിൽ അവന്റെ തേജസ്സിന്റെ പ്രഭയും, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ പുതിയ നിയമം, ഈ പുതിയ നിയമത്തെക്കുറിച്ച് ആധികാരികമായി നമ്മൾ അറിഞ്ഞിരിക്കണം. പഴയ നിയമത്തിൽ ഒരു മനുഷ്യന് നീതിമാനില്ല, എല്ലാവരും പാപികളാണ്. നമുക്കറിയാവുന്ന സങ്കീർത്തന വാക്യങ്ങൾക്ക് അതാണല്ലോ. അതെ, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. 143 സങ്കീർത്തനം അതെ അടക്കാരാധനകൾ ഉപയോഗിക്കുന്നൊരു ഭാഗമുണ്ട്. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. അപ്പോൾ അതാണ് പഴയ നിയമം. പുതിയ നിയമത്തിൽ നമ്മൾ വീണ്ടും പാപികളായി ജീവിക്കേണ്ടവരല്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലാതെ വിശ്വാസി വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പാപിയായ മനുഷ്യന് നീതിമാനാകുവാനായി കഴിയും. തിരുവത്താഴത്തിൽ നാം വീഞ്ഞ് വാങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കേണ്ടത് പാപിയായ എന്നെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നീതിമാനാക്കി തീർത്തതിനായി സ്തോത്രം, നീതിമാനാക്കി തീർത്തതിനായി സ്തോത്രം. ചില ഭാഗങ്ങൾ വായിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ചിലയിടത്തല്ല ഇത് പറയുമ്പോൾ ഇത് ശരി കട്ടിയാണ് സാറേ, ഞങ്ങൾ പാപിയായിട്ടാണ് എപ്പോഴും ഞങ്ങൾ ഇരിക്കുന്നത്, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മരിക്കുന്നത് വരെ പാപികൾ, പിന്നെ ചിലപ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ സ്വർഗത്തിൽ പോകും. അങ്ങനെയല്ല, നീതിമാൻ മാത്രമേ നിത്യജീവനിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. യേശു അതൊക്കെ വ്യക്തമായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നീതിമാന്മാർ നിത്യജീവനിലേക്കും ശപിക്കപ്പെട്ടവർ നിത്യദണ്ഡനത്തിലേക്ക് പോകും. മത്തായി 25:46. മത്തായി 13:41 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. യേശു കർത്താവ് പറയേണ്ടതൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എഴുതി തന്നിട്ടുമുണ്ട്. നോക്കാം, റോമർക്കിയ ലേഖനം 3-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. റോമർക്കിയ ലേഖനം 3:19. നാം കർത്തൃമേശയിൽ വീഞ്ഞു വാങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ആ മനോഭാവം, ഒരു രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ അവൻ്റെ ആത്മീക ആഹാരമായി വചനത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി, കർത്താവ് കാൽവരിയിൽ നിവർത്തീകരിച്ച പുതിയ നിയമം എന്താണെന്ന് അറിഞ്ഞ് സ്തോത്രത്തോടെ സ്വീകരിക്കണം. വായിക്കാം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനാകാൻ പറ്റത്തില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് എന്താണ് പാപം എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്താണ് എന്നെല്ലാം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തന്നത് ന്യായപ്രമാണത്താലാണ്. ഇത് യഹൂദനുമായുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. നമുക്ക് ന്യായപ്രമാണമല്ല, നമുക്ക് സുവിശേഷമാണ്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയിരിക്കണം. കാരണം യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ നീതി, പരീശന്മാരോട് ശാസ്ത്രിമാരോടും പറഞ്ഞതാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി കവിയുന്നില്ല എങ്കിൽ ഞങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കത്തില്ല. മത്തായി 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണം അനുസരിക്കുക, ആഴ്ചവട്ടം 2 ദിവസം ഉപവസിക്കുക, നേടുന്നതെല്ലാം ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുക, പിന്നെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പിടിച്ചു പറിക്കാതിരിക്കുക, വ്യഭിചാരം ചെയ്യാതിരിക്കുക, ഇതെല്ലാം പരീശൻ വന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എവിടെയാണ് നീതി?
എവിടെയാണ് ന്യായം? എവിടെയാണ് ദൈവസ്നേഹം? ഇതെല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞു. ന്യായവും നീതിയും കരുണയും വിശ്വസ്തതയും ദൈവസ്നേഹവും എല്ലാം വിട്ടുകളഞ്ഞിട്ട് ബാക്കി പള്ളിക്കാരെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. സ്വഭാവത്തിൽ നീതിയില്ല, ന്യായമില്ല, വിശ്വസ്തതയില്ല, കരുണയില്ല, ദൈവസ്നേഹമില്ല. ഇതൊക്കെ വാക്യങ്ങളുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:42, മത്തായി എഴുതിയ സുവിശേഷം 23:23. ഈ വാക്യങ്ങളെല്ലാം റെഫർ ചെയ്യുന്നത് അതിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അടുത്ത് വായിക്കുകയാണ് നമ്മൾ. ഇപ്പോഴോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും. ഏത് വിശ്വസിക്കുന്ന? യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് ആര് ഹൃദയപൂർവ്വം വിശ്വസിച്ചാലും, യഹൂദനായിരുന്നാലും യഹൂദനല്ലാത്തായിരുന്നാലും, ഏത് ജാതിക്കാരനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഏത് നിറമുള്ളവനാകട്ടെ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ. അപ്പോൾ അവിടെ രണ്ട് വാക്കാണ് ഇമ്പോർട്ടന്റ്. ഇപ്പോഴോ കൂടാതെ, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവത്തിന്റെ നീതി ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അബ്രഹാമിന്റെ കാലത്ത് ന്യായപ്രമാണം ഇല്ല. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. നോഹ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ലോത്ത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇയ്യോബ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. ഇതുപോലെ ഇപ്പോൾ ന്യായപ്രമാണത്തിന്റെ കാലമല്ല, ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു. അതാണ് യേശു കർത്താവ് പറഞ്ഞ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഏത് കാലമാണ് തികഞ്ഞത്? ലൂക്കോസ് 16:16. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെ കാലം സ്നാപക യോഹന്നാൻ വരെയായിരുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്ത്രീകളിൽ ജനിച്ചവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിരിക്കും. കാരണം സ്നാപക യോഹന്നാന് യേശുവിന്റെ രക്തത്താലുള്ള നീതീകരണം ലഭിച്ചിട്ടില്ല. സ്ത്രീകൾ ജനിച്ചവൻ ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാനാണ്. പക്ഷെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനായിരിക്കും. അപ്പോൾ നാം കർത്താവിന്റെ രക്തം നാം സ്വീകരിക്കുമ്പോൾ, വീഞ്ഞ് നാം സ്വീകരിക്കുമ്പോൾ, കർത്താവേ, പാപിയായിരുന്ന എന്നെ സ്വന്തം പുത്രന്റെ യാഗത്താൽ ഞാനത് എൻ്റെ ശിക്ഷ ഏറ്റെടുത്തു ഞാൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചപ്പോൾ എന്നെ പാപി എന്നുള്ള ലേബൽ മാറ്റി എന്നെ നീതിമാനാക്കി തീർത്തതിനായി സ്തോത്രം, നീതിമാനാക്കി തീർത്തതിനായി സ്തോത്രം. ഈ ലെവലിൽ വളർന്നേ മതിയാകത്തുള്ളൂ. ക്രിസ്തു മതം നമ്മളെപ്പോഴും പാപികളായിരിക്കണമെന്ന് വിചാരിക്കുന്നതാണ്. അങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാപികളാ ഞങ്ങളോട് കരുണ ഉണ്ടാകണം. യേശു ക്രിസ്തു വന്നത് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാനാണ്. അവൻ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പലരും വിചാരിക്കുന്നത് യേശു വന്നത് നമ്മളെ സൗഖ്യമാക്കാനാണ്, നമ്മുടെ കടഭാരം മാറ്റാനാണ്, നമ്മുടെ ശരീരത്തിലെ രോഗങ്ങളെല്ലാം മാറ്റാൻ. മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമ്മുടെ അകത്തെ മനുഷ്യന് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ അങ്ങ് തരുന്ന ജീവന്റെ വചനത്തിനായി സ്തോത്രം, ജീവാപ്പത്തിനായി സ്തോത്രം, അവിടുത്തെ രക്തത്താൽ എന്നെ നീതീകരിക്കുന്നതിനായി സ്തോത്രം, അവിടുത്തെ രക്തത്താൽ എന്നെ അനുദിനം ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാനായി, സ്തോത്രം പറയുവാനായി കഴിയുന്നുണ്ടോ? റോമർക്ക് ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. റോമർ 5:19 ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. യേശു ക്രിസ്തുവിലൂടെ നീതിമാന്മാരായിത്തീരും. നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യണം. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം. പാപിക്ക് വിശുദ്ധനാകാൻ പറ്റത്തില്ല. അവിടെയാണ് പാപിയെ വിശുദ്ധനാക്കുകയാണ് ദൈവം. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിച്ച വ്യക്തി നീതിമാനും വിശുദ്ധനുമായി തീരുന്നു. നീതിമാൻ നീതി പ്രവൃത്തി ചെയ്യും. ന്യായപ്രമാണം പറയുന്നത് പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുക. പക്ഷേ പുതിയ നിയമം നീതീകരിക്കപ്പെട്ട ശേഷം
നീതിപ്രവർത്തികൾ ചെയ്യുക. യേശുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ശേഷം വിശുദ്ധിയിൽ വളരുക. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പുതിയ നിയമത്തിന്റെ രക്തം. മൂന്നാമത് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതെ, ഈ തിരുവത്താഴ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു വലിയൊരു കാര്യം, തൻ്റെ വചനത്താലും തൻ്റെ ജീവൻ നൽകിയും നമ്മെ സ്വതന്ത്രമാക്കിയ, സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകിയ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുക. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങൾ. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 12-13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ കഴിവുള്ളവരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കിവെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. നമ്മെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി അങ്ങ് വിടുന്നതല്ല ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. നമ്മെ സ്വതന്ത്രമാക്കി, ഇരുട്ടിന്റെ അധികാരം സ്വതന്ത്രമാക്കി സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയാണ്. പിന്നെ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് വേണം ജീവിക്കാൻ. രാജ്യത്തിന്റെ ചട്ടങ്ങൾ, കൽപ്പനകൾ അനുസരിച്ച് വേണം ജീവിക്കാൻ. അപ്പം അതിനായി ദൈവം എന്നെ സ്വതന്ത്രമാക്കി. അത് കുറച്ചുകൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. 1 പത്രോസ് 1-ാം അധ്യായം 16 മുതൽ. 1 പത്രോസ് 1-16 മുതൽ. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. നമുക്ക് വലിയ പാരമ്പര്യം പറയാൻ കഴിയും, പക്ഷെ ആ പാരമ്പര്യത്തിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാവണം. നമ്മൾ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചായിരിക്കാം, ക്രിസ്തീയ പാരമ്പര്യം നമുക്കുണ്ട്. ഓക്കെ, ആ പാരമ്പര്യം നല്ലത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ ആ പാരമ്പര്യത്തെക്കാൾ ഉപരിയായി തലമുറയായിട്ടല്ല ഈ ദൈവം നമ്മുടെ ദൈവം. അങ്ങനെ ഉപയോഗിച്ച വാക്ക് വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ പല പാട്ടുകൾ അങ്ങനെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ തലമുറയായി വിശ്വാസം കൈമാറി ആ വീണ്ടും ജനനത്തിന്റെ അനുഭവമില്ല, രക്ഷയുടെ സന്തോഷമില്ല, പരിശുദ്ധാത്മാവിന്റെ അനുഭവമില്ല, ഒരു വിശ്വാസം മാത്രമുണ്ട്. അവിടെയാണ് നമ്മൾ വഞ്ചിക്കപ്പെടുന്നത്. കർത്താവ് വിശ്വാസികളെ ചേർക്കാനല്ല വരുന്നത്. അപ്പോൾ തലമുറയിലൂടെ തലമുറ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത്തിന് ഓക്കെ, കാരണം അത് ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അവിടെ അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ്. അത് അബ്രഹാമിന്റെ തലമുറകളെല്ലാം വാസ്തവത്തിൽ ഇസ്രായേൽ ജനമാണ്. ഇത് സഭയാണ്, പുതിയ നിയമ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം. അതാണ് സഭ. ഞാൻ ആ പ്രയോഗം പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നുന്നുണ്ടാവാം. നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-28 സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20-28 നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. യഥാർത്ഥമായി ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വെളിപ്പാട് കിട്ടിയിരിക്കും, ഈ ഉൾബോധം ഉണ്ടായിരിക്കും. ഞാൻ ഈ ഭൂമിയിൽ ഏത് സഭാ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ജനനാൽ ഒരു സഭയിലെ അംഗമായി മാറി, പാരൻസിലൂടെ. പക്ഷേ വീണ്ടും ജനനത്തിലൂടെ ഞാൻ ദൈവസഭയിലെ അംഗമായി മാറി. ഇനി ഞാൻ പ്രശംസിക്കുന്നത് ഞാൻ എൻ്റെ പാരമ്പര്യത്തിലല്ല, എൻ്റെ കുടുംബ മഹിമയിലല്ല, വ്യർത്ഥവും പുതുപാരമ്പര്യവുമുള്ള നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ. നമുക്കറിയാമോ, യോഹന്നാൻ അപ്പോസ്തലൻ സുവിശേഷ നിമിത്തം നിരവധി പീഡനങ്ങൾ അനുഭവിച്ചു. ഒടുവിൽ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. മനുഷ്യവാസമില്ലാത്ത അസ്ഥികഷ്ണങ്ങളും ക്ഷുദ്രജീവികളും നിറഞ്ഞ അവിടുത്തെ അവസ്ഥയെ നോക്കി താൻ നെടുവീർപ്പിടുകയല്ല, തന്നെ വിടുവിച്ച
ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വെളിപ്പാട് ദിവസം 1:6 നോക്കുക. വെളിപ്പാട് ദിവസം 1:6 നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി തൻ്റെ രക്തത്താൽ നമ്മെ വിടുവിച്ച് അവിടത്തേക്ക് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തവൻ എന്നേക്കും മഹത്വവും സ്തുതിയും ബലവും ആമേൻ. തമിഴ് ബൈബിള് രാജാക്കളാകെ ആശ്രയികളാകെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്ത, മലയാളത്തിൽ രാജ്യം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിലെ അംഗമാക്കി തീർത്ത ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ സ്തോത്രം പറഞ്ഞപ്പോൾ കർത്താവിന് ഇറങ്ങി വരാതിരിക്കാൻ പറ്റിയില്ല. അവിടെ താൻ ഇറങ്ങി വന്നു, യോഹന്നാനെ ധൈര്യപ്പെടുത്തി. ഇത് നമ്മൾ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കാതെ അത് സ്വീകരിക്കാനായി കഴിയത്തില്ല. അല്ല വെറുമൊരു എന്തോ അതൊരു പുണ്യ സാധനമാണെന്ന് പറഞ്ഞ് കഴിച്ച് തിരക്ക് പിടിച്ച് ചെന്നിരുന്ന് കഴിച്ച് വരികയാണെങ്കിൽ അത് ശാപത്തിലേക്കാണ് നയിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 1 കൊരിന്ത്യർ 11:27 മുതൽ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന കഴിച്ചിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യാൻ. ഞാൻ എൻ്റെ വീണ്ടും ജനന അനുഭവത്തിലൂടെ കർത്താവ് എൻ്റെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റി. ഞാൻ എൻ്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ച് ജീവിക്കണം. ഈ ലോകത്തിന് അനുവിപരമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഡെയിലി മനസ്സ് പുതുക്കി ജീവിക്കുവാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അതിൽ വന്നുപോയ വീഴ്ചകൾ, കാഴ്ചകൾ ഇതെല്ലാം ഓർത്ത് ഏറ്റുപറയണം. അപ്പോൾ അയോഗ്യമായി ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ കുറ്റക്കാരനാകും. അടുത്ത് ഇത് ശോധന ചെയ്യാതെ തിന്നുകയും കുടിക്കുകയും ചെയ്താൽ സ്വന്തം ശരീരത്തെയാണല്ല, സഭയല്ല വിവേചിക്കുന്നത്, സ്വന്തം ശരീരത്തെ. ഞാൻ ആ ഭാഗം അല്പം ക്ലിയറാക്കുകയാണ്. നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല, നാം എടുക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ്. നാം എങ്ങനെയായിരിക്കുന്നു? ആദ്യത്തെ തിരുവത്താഴത്തിൽ യേശു കർത്താവ് യൂദയ്ക്ക് അപ്പം കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ സാത്താൻ കയറി. കൊടുത്തത് യേശുവാണ്, പക്ഷെ വാങ്ങിയ യൂദയുടെ മനസ്സ് മുഴുവൻ പണത്തോടായിരുന്നു. യേശു നടത്തിയ തിരുവത്താഴ ശുശ്രൂഷയിൽ പുതിയ നിയമം സ്ഥാപിക്കുമ്പോൾ അവിടെ സാത്താൻ പ്രസന്റ് ആയിരുന്നുവെങ്കിൽ നമ്മുടെ സഭകളിൽ ഏത് വിഭാഗമാകട്ടെ, നമ്മുടെ സഭാ ശുശ്രൂഷകന്മാർ തരുമ്പോൾ ഏത് സാത്താനും ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ട്. ആര് തരുന്നു എന്നുള്ളതല്ല, വാങ്ങുന്ന വ്യക്തി യോഗ്യനാണോ. അപ്പോൾ സ്വന്തം ശരീരത്തെ വിവേചിക്കണം. അല്ലാഞ്ഞാൽ തനിക്കുള്ള ശിക്ഷാവിധിയെയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. അനുഗ്രഹപാത്രം ശാപപാത്രമായി മാറുന്നു. അനുഗ്രഹത്തിന്റെ രക്തം ശാപത്തിന്റെ രക്തമായി മാറുന്നു. എന്നിട്ട് പറയാണ്, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അല്ല, സഭയ്ക്കല്ല രോഗം, ഇത് വ്യക്തിഗതമായ കാര്യമാണ്. നിങ്ങളിൽ പലരും ബലഹീനരാകുന്നു, രോഗികളാകുന്നു. അനേകർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അവർ നരകത്തിലേക്ക് പോയെന്നല്ല അവിടെ പറയുന്നത്. ഇനി കൂടുതൽ അവർ ജീവിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ തന്നെ അവർ അകന്നു പോകും. അതുകൊണ്ട് നിത്യതയ്ക്കായി ദൈവം അവരെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. അത് അടുത്ത വാക്യത്തിൽ നമുക്ക് ആ ആശയം മനസ്സിലാവും. നാം നമ്മെ തന്നെ വിധിച്ചാൽ സ്വയം മാർക്കിടണം. നമ്മുടെ അവസ്ഥ മറ്റാരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഇതെല്ലാം പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. പക്ഷേ നാം നമ്മെ തന്നെ വിധിച്ചില്ല എങ്കിൽ വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാണ്. നാം ഇത് മനസ്സിലാക്കുന്നുവെങ്കിൽ, സ്വയം വിധിക്കപ്പെടുകയാണെങ്കിൽ
ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ തരുന്നു. ആ ബാലശിക്ഷയിലാണ് രോഗം, ബലഹീനത, മരണം, ദീർഘായുസ് എന്ന് നമ്മൾ സാറിന് പറയുന്ന പോലെ അതുപോലും ചിലപ്പോൾ കിട്ടാതെ പോകുന്നു. ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ തിരുവത്താഴത്തിന് സൂചകമായി അവർ മന്നായും തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളവും കുടിച്ചു. ആ ഭാഗം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 4 മുതലുള്ള വാക്യം, ഒരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരനുഗമിച്ച പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആത്മീയാഹാരമാണ് ദൈവം അവർ കൊടുത്തതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. തിരുവത്താഴം സ്വീകരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകിയ ആത്മീക ആഹാരത്തെ ഓർത്ത് സ്തോത്രം പറയണം. ദൈവവചനത്തെ ഓർത്ത് സ്തോത്രം പറയണം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ ഒരു അവയവമാക്കി തീർത്തതിനായി സ്തോത്രം. അവിടുത്തെ ജീവരക്തത്താൽ എന്നെ പുതിയ നിയമത്തിന്റെ വക്താവായി എന്നെ മാറ്റി, എന്നെ നീതിമാനാക്കി തീർത്തു. എൻ്റെ പാപങ്ങൾക്ക് മോചനം നൽകി. പാപം നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് പാപത്തിന്റെ നിന്ന് എനിക്ക് ശുദ്ധീകരണം നൽകിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരാനായി സഹായിക്കുന്നു. പക്ഷെ ഇതെല്ലാം അവർ കുടിച്ചെങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ മരുഭൂമിയെ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് അറിയാതിരിക്കരുത്. ഇത് ബുദ്ധിയോപദേശത്തിനായി നമുക്ക് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, എബ്രായർക്ക് ലേഖനം 10:29 മുതലുള്ള വാക്യം ഇങ്ങനെ എഴുതുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ കടുമേറിയ ശിക്ഷയ്ക്ക് പാത്രനാകും. ദൈവവചനം മാത്രമാണ് നമ്മുടെ ഫുഡ്, സ്പിരിച്വൽ ഫുഡ്. ദൈവവചനം കേൾക്കുമ്പോഴും ദൈവവചനം ധ്യാനിക്കുമ്പോഴും ഞാൻ എൻ്റെ അകത്തെ മനുഷ്യനുള്ള ഫുഡാണ് കഴിക്കുന്നതെന്നുള്ള സന്തോഷവും അതിൻ്റെ സീരിയസ്നെസ്സും വേണം. മായം ചേർത്ത് കഴിക്കരുതേ, മായം ചേർത്ത് കഴിക്കരുതേ. നമ്മെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ വിലമതിക്കണം. പുതിയ നിയമത്തിൻ്റെ രക്തം. ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവിനെ പരിഹസിക്കരുത്, പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. അങ്ങനെയെങ്കിൽ കടുമേറിയ ശിക്ഷ വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് എത്ര നാളുകൾ നമുക്ക് തരുന്നുവോ, തിരുവത്താഴം നാം സ്വീകരിക്കുമ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളതിനേക്കാൾ ഉപരിയായി അതിലൂടെ നമുക്ക് കർത്താവ് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, എൻ്റെ കാൽവരി ക്രൂശ് മരണത്തിലൂടെ ഞാൻ എന്തൊക്കെയാണ് നിവർത്തീകരിച്ചത്, അത് ഓർത്ത് സ്തോത്രം പറയുന്നതായിരിക്കണം, നന്ദി പറയുന്നതായിരിക്കണം. അല്ലാതെ നിർവികാരമായി അതിൽ പങ്കെടുത്ത് പോകുന്നത് അത് കടുമേറിയ ശിക്ഷയ്ക്കെന്നാണ് തിരുവചനം പറയുന്നത്. സീരിയസ് ആയി അതിൽ പങ്കെടുക്കുവാൻ, സ്തോത്രത്തോടെ അതിൽ പങ്കെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ പ്രാപ്തീകരിക്കട്ടെ. ആമേൻ.